ഏറ്റവും മുകളിൽ നോക്കൂ, മലയുടെ ഏറ്റവും മുകളിൽ ആളുകളെ നോക്കൂ. ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ മലയുടെ മുകളിൽ കയറി കുറച്ച് താഴോട്ട് ഇറങ്ങണം ഹിറാ ഗുഹ കാണാൻ. അവിടെ നിന്ന് ഇരുന്നാൽ നേരെ ക്ലോക്ക് ടവർ കാണുന്ന ക്യാബിന്റെ ഭാഗത്ത് കാണാൻ പറ്റും. ആ കാണുന്ന വലിയ മല. ആളുകളുടെ വേറെ ഇഷ്ടം പോലെ ആളുകൾ കണ്ടോ. അതിന്റെ പകുതി വരെയൊക്കെ സൗകര്യമാക്കി വെച്ചിട്ടുണ്ടാവും, ശരിക്കുള്ള സൗകര്യമാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുകൊണ്ട് നമുക്ക് ഈമാനിയായ വെളിച്ചം പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ഇൽമ, നാഫിയായ ഇൽമ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മലയുടെ മുകളിൽ താഴോട്ടിറങ്ങി വേണ്ട കുറച്ച് ആൾക്കാർ ആ മടക്കുകൾക്കിടയിലാണ് ഹിറാ ഗുഹ ഉള്ളത്. കണ്ടോ, ആളുകൾ പുറത്ത് കുറച്ച് ഇറങ്ങിക്കുന്നത്. അതിലങ്ങ് ഇറങ്ങിയാൽ ഒരു ചെറിയ ഒരു മാളം പോലെയുള്ള തോട്ട പോലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നാൽ നേരെ കാബ കാണാൻ പറ്റും. ആ മല കയറുമായിരുന്നു ഖദീജ ബീവി. കയറുന്നതിന്റെ നിങ്ങൾ മുമ്പ് വരുമ്പോ ഇത്ര സൗകര്യം ആക്കിയിട്ടില്ല. ഈ സൈഡ് കൂടെ ഒക്കെ കയറിയത് അന്നൊക്കെ കയറാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അന്നത്തെ കാലത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി, ലോകത്തെ വിശുദ്ധമായ ദീനിന് വെളിച്ചം എത്തിക്കാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം